അല്ല ഞാൻ ഈ പെണ്ണിനെ കാണാനായില്ലല്ലോ ഇങ്ങോട്ട്. ഓള് കുഞ്ഞിനെ കൊണ്ടാക്കിട്ട് അങ്ങോട്ട് പോയി. ഓക്ക് പണി ഉണ്ടാവില്ലടാ. എന്നാലും ഓള് ഇങ്ങോട്ട് വരാണ്ട് നിൽക്കില്ലല്ലോ. അതല്ല ഓള് വരുന്ന കഴിച്ചൊന്നും ഉണ്ടല്ലോ. അല്ലാതെ എന്നെ കാണാൻ അച്ഛൻ ചോദിച്ചോണ്ടിരിക്കുന്നു. ഇതെന്നാണ് കാട്ടിയാനത്തണ്ടാ? എന്റെ അമ്മ ഞാൻ രാവിലെ തന്നെ കുഞ്ഞിനെ കൊണ്ടാക്കി വന്നാട് ഈ കാട്ടു ജനത്തണ്ട് കൊത്താൻ ഞാൻ തോട്ടിൽ തന്നെ പോയി. എന്ത് കാടാന്നാടാ. ഈ മൊബൈൽ അങ്ങോട്ട് വെക്കട്ടെ, ചിലപ്പോ ആരെങ്കിലും വിളിക്കും. അമ്മ ഒന്നിത് മുറിച്ചേരണേ. ഇങ്ങനെ നടക്ക കൊടുക്കല്ലേ. ചൊറിയണം ചെയ്യും, എന്നാലും എന്തിനാന്ന് കളയുന്നത്. കുറച്ചമ്മ മൂക്കൂലേ. എന്തോ ഭാഗ്യത്തിന് ഇത് പന്നി തിന്നൂലല്ലേ അച്ഛാ. ഇതെന്തോ ഭാഗ്യത്തിന് പന്നി തിന്നൂല. അതുകൊണ്ട് ഇത് ബാക്കി കാട്ടില് ഇല്ലെങ്കിൽ ഒറ്റ ഒന്നും വെച്ചക്കൂലവര്. എങ്ങനെയാ ഇത് കറിയാക്കണ്ട്? 2 ചക്കക്കുരു ഇട്ട് വെച്ചാലോ? പിടിയുണ്ട ചക്കക്കുരു? ചാടിയല്ലേ. എന്തതും അങ്ങനെ എല്ലാം പോയി. എന്നാ ഇക്കൊല്ലം വേഗം ഇങ്ങനെ പോയിനോമാ. മൂക്കാതെ ചക്ക ഉറച്ചിട്ടാണല്ലേ? മൂക്കാത്തതായതുകൊണ്ടാന്ന് നല്ല മരി അടുപ്പിലിട്ട് കത്തിച്ചല്ലേ. കുറച്ച് ചാട അതിലുണ്ടോ അപ്പൊ നല്ലത് നോക്കിട്ടെടുക്കണ്ടേ. ഇതിനെന്തെല്ലോ ഔഷധ ഗുണങ്ങൾ ഉണ്ടല്ലേ. നമുക്ക് കൊണ്ടു കൊടുത്തോണ്ടത് വേഗായി അല്ലമ്മേ. നമുക്ക് ചൊറിയാ ചിലവരെ സ്കിന്നിന് പ്രശ്നം ഉണ്ടെങ്കിലേ ഞാനെല്ലാം ഇത് പുറത്ത് കഴുകട്ടെ. ഞാൻ കൂടി കഴുകട്ടെ. ഇന്നൊരു വഴുവഴുപ്പുണ്ട്, അതെല്ലാം ഒന്ന് പോട്ട്. അമ്മ നിങ്ങ എന്നാ ഒന്ന് മുറിച്ചിട്ട് ഞാൻ ചക്കക്കുരു എല്ലാം നല്ലതുണ്ട് നോക്കിട്ട് വരട്ടെ. ഓ നല്ല മഴ പിടിച്ചിട്ടുണ്ട്. നാരാട്ടനിട്ട് പിടി പറ്റി കൊട കൊടുത്തിട്ടല്ല. നാരാട്ടം വരുന്നുണ്ട്. ഞാൻ ഐഡിയ ഇല്ലേ. ഓ നീ ആടെയില്ലേ? എന്നാ പരിപാടി എല്ലാരും കൂടിയിട്ട് കറിയാക്കാനുള്ള ഏർപ്പാടില്ല ഇപ്പൊ അല്ലേ? ഇതെന്നാന്ന് ചേനത്തണ്ടാ? ഇന്ന് മീനും ഇല്ല. ഇത് വെറും ചേനയല്ല, കാട്ടു ചേനത്തണ്ടാന്ന്. ഓ കാട്ടു ചേനത്തണ്ടാന്ന്. എന്നാ പിന്നെ ഓലനാക്കിക്കോ. 2 ചക്കോരിൽ ഇട്ടിട്ട്. ചക്കോര് ഉണ്ടോ? ഞാൻ ഇത് കൊണ്ടുവച്ചിട്ട് വെട്ടെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കറി കാട്ടു ചേനത്തണ്ട് ഓലം കറിയാണ് കേട്ടാ. നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാപ്പാല് വെച്ചിട്ടാക്കിയാലേ നല്ല ടേസ്റ്റ് ആണ്. അരിഞ്ഞായ അപ്പൊ നമ്മുടെ കാട്ടു ചേനത്തണ്ടെല്ലാം അരിഞ്ഞായിട്ടുണ്ട്. അപ്പൊ അച്ഛന്ന ദൂരം നിൽക്കുന്ന അച്ഛൻ തണുപ്പ് പിടിച്ചിനി. അച്ഛൻ ഇന്നലെ ഒരു ഗ്യാസിന് ചെറിയ പ്രശ്നം ഉണ്ടായിന് രാത്രി അല്ലെ? ശരിയായില്ല അച്ഛാ? ശരിയായില്ലേ? കേക്കുന്നില്ല അച്ഛന്. അല്ല ഇന്നലത്തെ ഗ്യാസിന്റെ ഇതൊന്നും ശരിയായില്ലേ? തണുപ്പ് പിടിച്ചോണ്ട് അച്ഛൻ തണുപ്പ് പറ്റുന്നേ ഇല്ല. അതെ ഇന്നലെ കുറച്ച് ചൂടെല്ലാം വെച്ചു. ഭക്ഷണത്തെ പറ്റിയാന്നാ അറിയില്ല. നല്ല കറിയൊന്നും അച്ഛനെ പിടിക്കുന്നില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഓലനാക്കി തരാട്ടോ. എന്നാല് ഓലനാക്കുന്നു അച്ഛൻ വേണ്ടി ചെയ്ത് ഓലനാക്കുന്നു. ഓലന അച്ഛൻ ഇഷ്ടമാണ്. പുളിയൊന്നും അങ്ങനെ പിടിക്കുന്നില്ല അല്ലെ? മോര് കറിയൊന്നും അങ്ങനെ പറ്റുന്നില്ല. കാട്ടിച്ചേനത്തണ്ട് അച്ഛൻ ഇഷ്ടമാണ്. ചിക്കനും അങ്ങനെ പിടിക്കുന്നില്ല അല്ലേ ഇപ്പം അല്ലേ? ചിക്കൻ കുറച്ചെല്ലാം കൂട്ടുന്നുണ്ട്. അധികം കൂട്ടിക്കഴിഞ്ഞാല് വയറ്റ് ശരിയാവുന്നില്ല. ഛർദിച്ചു പോകുന്നു. എന്തെല്ലോ ബുദ്ധിമുട്ടുണ്ട്. അച്ഛാ നാടൻ പഴാണ്. ഓരോന്ന് കഴിച്ചോ. അത്രയും ഉണ്ടായിട്ടും വൈകുന്നേരം ചായ കൂട്ടിക്കോ. അച്ഛൻ പൂങ്ങിട്ട് തിന്നാലും നല്ലതാണ്. വിഷമം ഉണ്ടാവും. കണ്ടമാനം തിന്നുകയില്ല അച്ഛൻ. തിന്നാ കഴിയുന്നില്ല അല്ലെ? അച്ഛൻ അങ്ങനെ ഭാര്യ വലിച്ച് തിന്നൊന്നുമില്ല. രാവിലെ ചായ 2 ദോശ, പിന്നെ അതിന്റെ ഇടക്ക് കഞ്ഞിയും വെള്ളം ഉപ്പിട്ടിട്ട്, പിന്നെ ഒരു 1:30 ആകുമ്പോ ചോറ് കഴിക്കണം. പിന്നെ 4-4:30 ആകുമ്പോ ഒരു കട്ടൻ ചായയും പൊട്ടുന്ന. പിന്നെ ഒരു 7-8 മണിക്കുള്ളിൽ 2 ചപ്പാത്തി 2 ദോശ. അച്ഛൻ്റെ അമ്മ നോക്കി ചിരിക്കുന്ന
നമ്മെല്ലാം അതിന്റെ ഇടയ്ക്ക് എന്തിലോ തിന്നും കിട്ടുന്ന എല്ലാം തിന്നുമല്ലേ അമ്മ അച്ഛന്റെ നമ്മെല്ലാം അച്ഛന്റെ ആരോഗ്യം അതുകൊണ്ടല്ലോ അല്ലെ. പിന്നെ അതുകൊണ്ടാ 86 വയസ്സായി അച്ഛനെ. അമ്മക്ക് എത്രയാ അമ്മ വയസ്സ്? അമ്മക്ക് എത്ര വയസ്സായി? 77 വയസ്സ് അമ്മക്കുണ്ട്. കരിഞ്ഞായില്ലേ? ചക്കക്കുരു ഉണ്ടാവണ അതില് നോക്കറ എന്നാല് തേങ്ങാപ്പാലാക്കണ്ടേ? പിന്നെ ആറിനാക്കാം അപ്പുറത്തുനിന്നാക്കിട്ട് വരട്ടാ. എന്നാ പിന്നെ ഇന്ന് നമുക്ക് കാട്ടുചേനത്തണ്ട് ഓലങ്കറി ആക്കാൻ. അപ്പൊ സമയം ഒരുപാട് വൈകി ഇല്ലാതെ ഇവിടെ തിരക്കിട്ട് ആക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്, അത് ഇവിടെ വേവിച്ച് വെച്ചതാണ് കേട്ടോ, ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാട്ടുചേനത്തണ്ട് നമ്മളെ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ അല്ലേ. അപ്പോൾ ഇതൊന്നും വേവിട്ടോ കേട്ടോ, കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക ആദ്യം. അടി കത്തിച്ചിട്ട് സമയം പാട് വൈകി, 1 മണിയായി ഇപ്പം തന്നെ. ഇവിടെ അതിനിടയ്ക്ക് അലക്കാൻ പോയി, അതാണ്. എന്നാ പോവിട്ടോ, അത് പോവിട്ടോ കേട്ടോ, കാട്ടുചേനത്തണ്ട് ഒന്ന് പോവിട്ട്. ഉപ്പിട്ടയില്ലേ? ഉപ്പിട്ടിട്ട് കാണിച്ചിട്ടോ, ഉപ്പയിലിട്ടിട്ടുണ്ടേ. അപ്പൊ നമ്മുടെ കാട്ടുചേനത്തണ്ട് നല്ല വൃത്തി വന്നു കേട്ടോ, വൃത്തി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കുക അല്ലേ, ചക്കക്കുരു ഇട്ട് കൊടുക്കുക, അതൊന്ന് ഇളക്കി വേവിക്കുക. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലേ ഒന്ന് ചൂടാവട്ടെ. അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച്. കുറച്ചും കൂടെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ കാട്ടുചേനത്തണ്ട് ഓലൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അച്ഛനമ്മയും ചോറ് കഴിക്കലായി. തറവാട്ടിൽ സാമ്പാറുണ്ട്. അച്ഛൻ എന്തുണ്ട്? കട്ടിയായിട്ടല്ലേ? നല്ല പുളിശ്ശേരി ആക്കട്ടെ. ഞാൻ അച്ഛനെ വിചാരിച്ചിട്ട് തേങ്ങാപ്പാലിൽ വെള്ളം ഒഴിച്ചേ. തേങ്ങാപ്പാലിൽ വെള്ളം ഒഴിച്ചെന്ന് വെച്ചാല് അതന്നെ പ്രശ്നം വന്നത്. തേങ്ങാപ്പാൽ പറഞ്ഞാൽ കട്ടിയിൽ ഒഴിക്കണ്ടേ? തേങ്ങാപ്പാൽ വെള്ളം ഒറ്റ തുള്ളി ഒഴിക്കാൻ പാടില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. വെള്ളം കുറച്ച് അധികമായി പോയി. ഇനിയെങ്കിലും ഓലം വെക്കുമ്പം തേങ്ങാപ്പാൽ എടുക്കുമ്പം പറഞ്ഞാൽ അതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് 1-ാം പാല്. അതങ്ങനെ പിഴിഞ്ഞെടുക്കേണ്ടതാണ്, ഒരു തുള്ളി വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തേങ്ങാപ്പാൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തീ അധികം ഇതാക്കാൻ ചൂടാക്കാൻ പറ്റൂലേ, പിരിയില്ലേ. ഓലനായി തേങ്ങാപ്പാൽ കൂട്ടിയ ടേസ്റ്റ് അല്ലേ ഓലിന്? പിന്നെ തേങ്ങാപ്പാൽ ടേസ്റ്റ് ഞാൻ അങ്ങോട്ട് കൂട്ടിയിട്ട് പറയാം. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മേ? എന്താ പൊളിച്ചേരി വെച്ച അച്ഛൻ മോര് അച്ഛന് അത്ര വലിയ താല്പര്യമില്ല. എന്നാ പിന്നെ ഇവര് കഴിക്കട്ടെ, ഞാൻ കഴിക്കട്ടെ. എന്താ കാട്ടുചേനത്തണ്ട് ഈ പിന്നെ ഇത് ഒഴിക്കാണ്ടും നല്ല ഇതാണ്. അത് പറഞ്ഞാൽ പ്രകൃതിദത്തമായ വിറ്റാമിൻ്റെ സാധനമല്ലേ. അപ്പോൾ ലത അനക്കും ചോറ് കൊണ്ടുവച്ചിട്ടുണ്ട്, പപ്പടം പാട്ടിട്ടുണ്ട് 2 കുറച്ച് അച്ചാറുണ്ട്. ലതയുടെ ഇന്നത്തെ ഓലം കറി. മഴയല്ല അതുകൊണ്ട് വെള്ളം കറി. പിന്നെ നമ്മുടെ തൈര് കേട്ടാ, തൈരും കാന്താരിയും നാരങ്ങയും കേട്ടാ. ആദ്യം നമ്മുടെ ചെറുനാരങ്ങയും നമ്മുടെ കാന്താരിയിലൊന്ന് ഇതിലേക്ക് ഞേടാ കേട്ടാ, തൈരിലേക്ക്. എല്ലാം കൂടി ഒന്നിട്ട് ഞേടിയിട്ട് മിക്സാക്കാം. ഉപ്പിട്ടല്ലേ?
ആദ്യം നമ്മുടെ ഓലം കറി. പുളിങ്കറി ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് തന്നെ ഉണ്ട്. കുറച്ച് വെള്ളമായി പോയി അല്ലേ? കുറച്ച് വെള്ളമായിപ്പോയി ചെയ്തു. നമ്മുടെ കാട്ടുചേനത്തണ്ട് ചക്കക്കുരു. ഇത് രണ്ടും ഇന്ന ഇപ്രാവശ്യം ലാസ്റ്റാവും അല്ല? ചക്കക്കുരും കാട്ടുചേനയും എല്ലാം നമ്മളെ വളപ്പിലെല്ലാം കഴിഞ്ഞു. ഇനി ഇല്ല തോന്നോട്ടാ. മൂക്കല് വൈകുണ്ട്. ഈ ചിങ്ങമാസാകുമ്പോ നല്ലോണം മൂക്കും തോന്നുന്നല്ലേ? മുറിക്കുമ്പോ തന്നെ ഒരു കറകറി ഉണ്ടാവും. കുറച്ച് തൈര്, അതിൽ കുറച്ച് അച്ചാറ്, അതിൽക്കൊരു പപ്പടം കൂടെ എടുക്കുക, പൊടിക്കുക, എല്ലാം കൂടെ കുഴക്കുക, പൊടി. ഇത് പറക്കത്തും നല്ല ടേസ്റ്റാണ്. എന്നാ പിന്നെ ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ. ലത കഴിക്കണം അത്ര. ഓക്കെ.